മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂക്ഷമായ വിമർശനം ഉയർന്നിരിക്കുകയാണ്. VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി സമവായത്തിനുള്ള ചർച്ചകൾ നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് വിമർശനം ഉയർന്നത്. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇത്ര തിടുക്കപ്പെട്ട് VC നിയമന വിഷയത്തിൽ ഗവർണറുമായി ഒരു സമവായത്തിന് ശ്രമിക്കേണ്ടതില്ലായിരുന്നു എന്നും സെക്രട്ടേറിയറ്റിനകത്ത് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിശദാംശങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, സാധാരണയായി പിണറായിക്കെതിരെ അങ്ങനെ ചോദ്യങ്ങളൊന്നും ഉയരുന്നതല്ല. കാരണം പിണറായി എന്തു പറയുന്നു അതെല്ലാം അംഗീകരിക്കലായിരുന്നു CPM കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടെങ്കിലും, അല്ലെങ്കിൽ അതിനു മുമ്പ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്തും ഇത് തന്നെയായിരുന്ന അവസ്ഥ. പക്ഷേ എനിക്ക് തോന്നുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം ഏതാണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ CPMനകത്ത് പിണറായിക്കെതിരെയുള്ള വിമർശനങ്ങൾ തുടങ്ങുകയാണോ ഈ ഘട്ടത്തിൽ? ഗൗതം, ഈ പതിറ്റാണ്ടുകളായി CPMൽ ഉണ്ടായിരുന്ന ഒരു മേധാവിത്വത്തിനാണ്, ഏകാധിപത്യത്തിനാണ് അന്ത്യം കുറിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. എതിർസ്വരങ്ങളില്ലാതെയാണ് ഇത്രയും കാലം CPM സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി സംസാരിച്ചതെങ്കിൽ ഇപ്പോൾ ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ എതിർസ്വരങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മുഖ്യമന്ത്രിക്കെതിരെ നിരവധി നേതാക്കൾ രൂക്ഷമായ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. VC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയിലെയും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലെയും VC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിലൊരു സമവായം ഉണ്ടാക്കാൻ പോകുന്നു, ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിച്ചു. ഇതോടുകൂടിയാണ് അംഗങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്താൻ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ദൂരവ്യാപകമായി വലിയ രീതിയിൽ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്നൊരു തീരുമാനമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് എന്നായിരുന്നു അംഗങ്ങളുടെ വിമർശനം. നേരത്തെ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരു PM ശ്രീ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം CPI ഇതിനെതിരെ രംഗത്ത് വരികയും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയും CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളടക്കം വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇതോടുകൂടി തന്നെ സംസ്ഥാന സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മായ സാഹചര്യം തന്നെ ഇവിടെയും ഈ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളുടെ വിഷയത്തിൽ അതിലൊരു സമവായം ഉണ്ടാകുമെന്നാണ് ഈ പാർട്ടിയിൽ ഉയർന്നത്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉയർന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞ ഉടനെ തന്നെ നേതാക്കൾ, അംഗങ്ങൾ ഇതിൽ രൂക്ഷമായ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഗൗതം, നമുക്കറിയാം ഈ ഇത്രയും കാലം ഈ എതിർസ്വരങ്ങളില്ല സെക്രട്ടറിയിലാക്കട്ടെ അല്ലാതെ പാർട്ടിയിലുമെല്ലാം വാഴുന്നത്. അതായത് മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് യാതൊരുവിധ എതിർസ്വരങ്ങളുമില്ല, പിണറായി കണ്ടുരുട്ടിയാൽ നേതാക്കൾ പേടിക്കും എന്ന നിലയിലായിരുന്നെങ്കിൽ അതിന് മാറ്റം വന്നിരിക്കുന്നു. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ പിണറായിയുടെ കുടുംബവാഴ്ച തന്നെയാണ് ഇതിന് കാരണമായിട്ട് പറയുന്നത്. കാരണം ഈ ഇത്രയും വലിയ അഴിമതികളും അതോടൊപ്പം തന്നെ ഈ കുടുംബവാഴ്ചകളിലൂടെയുമെല്ലാം ഈ അഴിമതികൾ നടത്തിക്കൊണ്ട് വലിയ രീതിയിൽ CPMനെ തന്നെ ഈ കഴിഞ്ഞ കാലത്തിൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടി തന്നെ വലിയ രീതിയിൽ കനത്ത പരാജയം നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള നടപടികൾ, പാർട്ടിയെ വെട്ടിലാക്കിക്കൊണ്ടുള്ള നടപടികൾ, അത് വലിയ രീതിയിൽ അണികൾക്ക് ഇടയിൽ അതൃപ്തിക്ക് കാരണമാകുമെന്നൊക്കെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത്തരത്തിലുള്ള തീരുമാനം ഏകപക്ഷീയമായി എടുക്കേണ്ടതില്ലായിരുന്നു എന്ന് അംഗങ്ങൾ പറഞ്ഞത്. കൂടിയാലോചനകൾ വേണമായിരുന്നു, ഇതിൽ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പൊടുന്നനെ എടുക്കാതെ, ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കാതെ പാർട്ടിയുമായും കൂടിയാലോചിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുക്കുന്നതായിരുന്നു ഉചിതം എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പിണറായി വിജയൻ പാർട്ടിയിൽ ഒറ്റപ്പെടുന്നുവോ എന്നൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നോ എന്ന ഒരു സംശയം ബലപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നു. പിണറായിക്കെതിരെ ഇപ്പോൾ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ നേതാക്കൾ രംഗത്തിരുന്ന സാഹചര്യം, അതിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ വിമർശനങ്ങൾ. ഏകാധിപതികൾക്ക് അധികം കാലം അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ഉയരും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി, ഇതൊക്കെ വലിയ തോതിൽ CPMനകത്ത് പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് പിണറായിക്കെതിരെ ഇപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, അതായത് മുഖ്യമന്ത്രിയാകുന്ന ഘട്ടത്തിൽ മാത്രമല്ല, അതിനു മുൻപ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിലൊക്കെ സെക്രട്ടേറിയറ്റിലോ സംസ്ഥാന സമിതിയിലോ ഒന്നും പിണറായിക്കെതിരെ ചോദ്യങ്ങൾ ഉയരുന്നതല്ല. പക്ഷേ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ VC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ തിരുത്തുന്നു, വിമർശിക്കുന്നു. പ്രശാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.